Good afternoon, all. Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ദിവസം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? യെസ്. അപ്പൊ നമുക്കൊരു ചെറിയ ഐഡിയ ഒക്കെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ? നഴ്സിംഗിനെ നല്ല രീതിയിൽ നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ടുകള് നമ്മുടെ ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു എന്താണ് നഴ്സിംഗ് എന്നൊക്കെയുള്ള അല്ലെ, അവിടെ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണെന്ന് കൂടെ ഡിഫൈൻ ചെയ്ത് പോണോ? ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടി എടുക്കണോ? എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്നൊക്കെ ഉള്ളത് വേണോ? എടുക്കേണ്ടതുണ്ടോ? ഓക്കെ, നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. Nursing is a profession that offers service which benefit the health and well-being of people. ഓക്കെ, നമുക്കറിയാം ഇതൊരു പ്രൊഫഷൻ ആണ് അല്ലെ, നല്ലൊരു പ്രൊഫഷൻ ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു നല്ലൊരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്ന മേഖല. Nursing administration is a leadership position in a specific healthcare environment. നമുക്കറിയാം ആ ഒരു നഴ്സിംഗ് ഹെൽത്ത് കെയറിൽ അല്ലെ, അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നഴ്സിംഗുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു ലീഡർഷിപ്പ് പവറോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്, പ്രൊഫഷനാണ് എന്ന് പറയുന്നത് നഴ്സിംഗ് എന്ന് പറയുന്നത്. The definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in a leadership position who come for important tasks such as staffing process. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ പവർ അല്ലെ, അവിടെ നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ എംപ്ലോയിനെ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കണം അല്ലെ. ഒരു വലിയ നീണ്ട പ്രൊഫഷനാണ്, അതായത് ഹോസ്പിറ്റലിൽ ഒരുപാട് വേക്കൻസി ഉള്ള ഒരു വിഭാഗമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പകപ്പിഴകൾ വരാം അല്ലെ. അതുകൊണ്ട് തന്നെ പറയാണ് മേക്ക് ആൻഡ് അപ്ലൈയിങ് ലോസ് ആൻഡ് നോംസ് ആർ ദോസ് ഇൻ എ ലീഡർഷിപ്പ് പൊസിഷൻ അല്ലെ. അവിടെ കൃത്യമായിട്ടുള്ള നിയമവശങ്ങളും അതിന്റെ മാനദണ്ഡങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. അവിടെ ഓക്കെ, ഇവിടെ നോക്കാം എന്താണ് the definition of administration refers to collection of people അല്ലെ, collection of people who are in charge of making and applying laws and norms or those in leadership position who come for important task അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം നിലവിലുള്ള അല്ലെ ഭരണ നിർവഹണത്തിന്റെ നിർവചനങ്ങളും നിയമങ്ങളൊക്കെ നമുക്കറിയാം നല്ല രീതിയിലുള്ള നയങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം നല്ലൊരു ഹൈറാർക്കി സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ തീർച്ചയായിട്ടും ഹെഡ് നഴ്സുമാരും ഡയറക്ടർമാരും സൂപ്രണ്ടന്മാർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള പൊസിഷൻ ഉണ്ട്. സോ അങ്ങനെ നല്ല രീതിയിലുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു പോകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതില് പ്രധാനമായിട്ടും പറയുന്നു സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് മീൻസ് the continuous process of searching, choosing, analyzing and creating working relationship with the present or future employees. നിലവിൽ അല്ലെങ്കിൽ വന്നേക്കാവുന്ന ഒഴിവുകൾ അല്ലെ, ഹോസ്പിറ്റലില് നിലവിൽ ചിലപ്പോൾ വേക്കൻസികൾ നഴ്സുമാരുടെ ഉണ്ടാവാം, ഭാവിയിൽ വന്നേക്കാവുന്ന കുറെ ഒഴിവുകൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ഒഴിവുകളിലേക്ക് അല്ലെ അവിടെയുള്ള നഴ്സുമാരെ സെർച്ചിങ് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെയാണ് അല്ലെ, അപേക്ഷകളൊക്കെ കണ്ടെത്തിയിട്ടാണ് അവിടെ ഏറ്റവും മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള നഴ്സും സ്റ്റാഫുകളൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് അല്ലെ അവരെയൊക്കെ കണ്ടെത്തി വിലയിരുത്തി അതിനുശേഷമാണ് നമുക്കറിയാം ഈ ഒരു സ്റ്റാഫിംഗ് എന്നുള്ള പ്രോസസ് അവിടെ നടപ്പാക്കുന്നത് അല്ലെ. ഇവിടെ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് നല്ലതിനെ സെലക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത്
നടപ്പാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? എന്താണ് സ്റ്റാഫിംഗ് എന്നുള്ളത്? അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ആ പ്രോസസ്സിൽ എന്ത് കാര്യമാണ് നടപ്പാക്കുന്നത്? The process of searching, choosing, analyzing and creating working relationship with the present or future employees. നിലവിലുള്ള അല്ലെങ്കിൽ വന്നേക്കാവുന്ന ഒഴിവിലേക്ക് എംപ്ലോയീസിനെ, എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് എന്ന ആ പ്രൊഫഷൻ ഫീൽഡിലേക്ക് വരാവുന്ന എംപ്ലോയീസിനെ സെർച്ച് ചെയ്ത് ചൂസ് ചെയ്ത് അവരിൽ നിന്ന് നല്ല രീതിയിൽ വിശകലനമൊക്കെ നടത്തിയിട്ടാണ് നമുക്കറിയാം നല്ലൊരു ബെറ്റർ വർക്കിംഗ് റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുന്നത്. അതായത് അവിടെ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യാം. എന്തായാലും ചോദ്യത്തിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണോ സിംഗിൾ പ്രോസസ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കാരണം എന്തുകൊണ്ടാണ് അതിന് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കി നമുക്കറിയാം. ഒരു പോസ്റ്റ് വരുന്നത് എങ്ങനെയാ? ആപ്ലിക്കേഷൻസ് ഒക്കെ അവർ സ്വീകരിച്ച് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്കറിയാം അപ്പോയിന്റ്മെന്റിന് മുമ്പ് തന്നെ അവിടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടാണ് അവിടെ എന്താണ് അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ എന്താന്നുള്ളത്? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്ന്. ഓക്കെ, അപ്പോ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഇൻവോൾവ്സ് manpower planning to have the right person in the right position. അതായത് മനുഷ്യ വിഭവശേഷി ആണ് ഇവിടെ ഉപയോഗപ്രദമാകുന്നത് അല്ലെ. സ്റ്റാഫ് ഹ്യൂമൻ റിസോഴ്സസുകളാണ്. അതിന് എന്ത് ജോലി വേക്കൻസി ആണോ ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ അല്ലെ. ഇവിടെ നമുക്കറിയാം നഴ്സുമാര് വിവിധ മേഖലകളിൽ നമുക്ക് നഴ്സുമാരെ കണ്ടെത്തേണ്ടതുണ്ടാവാം അല്ലെ. അവിടെ എന്താണ് തിയേറ്ററിലെ നഴ്സിന്റെ ഒഴിവുണ്ടാവാം. ഇൻ കേസ് എന്താണ് നമുക്ക് കാഷ്വാലിറ്റിയിലോ അല്ലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോ വാർഡിലോ എവിടെ വേണമെങ്കിലും വേക്കൻസികളിൽ പേഷ്യൻസിനെ നഴ്സുമാരെ ആവശ്യമായിട്ട് വരാം. സോ അവിടെ നമുക്കറിയാം റൈറ്റ് പ്ലേസിൽ തന്നെ റൈറ്റ് പൊസിഷനിൽ തന്നെ റൈറ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. That means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. ഓക്കെ, നമുക്കറിയാം എത്രത്തോളം പേഷ്യൻസ് ഉണ്ട്, അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം നഴ്സുമാരൊക്കെ വേണം അല്ലെ. അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നഴ്സുമാരുടെ വേക്കൻസി തീരുമാനിക്കുന്നത് അല്ലേ. പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് നമ്മളെ നഴ്സുമാരെ കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ പേഷ്യൻസിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് അല്ലെ അവരെ കൈകാര്യം ചെയ്ത് അവർക്ക് നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ട് എത്രത്തോളം പേഷ്യൻസിനെ എത്രത്തോളം നഴ്സുമാരെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമോ അവരെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് നടത്തി അല്ലെ അവിടെ കണ്ടെത്താതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അല്ലെ അടിസ്ഥാനത്തിലൊക്കെയാണ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം എല്ലാ പേഷ്യൻസിനും ഒരുപോലെ തന്നെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല അല്ലെ. ഒരുപാട് സിക്ക് ആയിട്ടുള്ള പേഷ്യൻസിന് കൈകാര്യം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയം നഴ്സുമാരുടെ ഒരു സേവനം ആവശ്യമായിട്ട് വരും. അതേസമയം വലിയ കുഴപ്പമില്ലാത്ത രോഗികളൊക്കെ ആണെങ്കിലോ അധികം നഴ്സുമാർക്ക് ഡ്യൂട്ടി ഇല്ല അല്ലെ. അവര് ഒരു നമ്പർ ഓഫ് പേഷ്യൻസ് ഇതിലൂടെ കൂടിയാലും അവരെ ഹാൻഡിൽ ചെയ്യുന്നതിന് ചിലപ്പോൾ നഴ്സുമാർക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക പേഷ്യന്റിന്റെ കെയർ ആവശ്യം അനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം അവരെ നഴ്സുമാരെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് നടത്തേണ്ട ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. റൈറ്റ് പ്ലേസിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലേസ്മെന്റ് നടത്തേണ്ടതുണ്ട് അല്ലെ. നമുക്കറിയാം അനുയോജ്യമായിട്ടുള്ള പ്ലേസിൽ അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകളെ തന്നെ കണ്ടെത്തണം. കാരണം നമുക്കറിയാം അതിന്റെ ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് അല്ലെ. ഇവിടെ ഇപ്പോ നമുക്കറിയാം ഇച്ചിരി കൂടി കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ എന്താണ് ICUയിലൊക്കെ എടുക്കുന്ന നഴ്സുമാർക്ക് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഷ്യൻസ് സ്റ്റാഫുകളായിരിക്കും. അതേസമയം വാർഡിലൊക്കെ അത്രയും എക്സ്പീരിയൻസ് വേണമെന്നില്ല. സോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ട് അതൊക്കെ അനലൈസ് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടപ്പാക്കുന്നത്.
Okay, just to മനസ്സിലാക്കുക, it involves a manpower planning to have the right person in the right position. എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? It involves അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുന്നത്? Manpower planning to have the right person in the right position. Okay, clear അല്ലേ? ഒക്കെയാണോ? Yes, കണ്ടിന്യൂ ചെയ്യാറോ? വീണ്ടും പറയേണ്ടതുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Staffing is a logical operation that consists of many independent actions. ഒരു ലോജിക്കൽ ആയിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയുന്നു. അല്ലെ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കാം. Recognizing the type and the amount of nursing care required by the patient. ഓക്കെ, നമ്മൾ എത്രത്തോളം പേഷ്യൻസിന്റെ ആവശ്യകത അനുസരിച്ചിട്ട്, അല്ലെ, പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യകത അനുസരിച്ചിട്ടാണ് നമ്മൾ നഴ്സുമാരുടെ കെയർ തീരുമാനിക്കുന്നത്. അല്ലെ, ഇത്രയും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫുകളെ വേണ്ടത്. അല്ലെ, സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. പ്രധാനമായിട്ടും പറയാണ്, നമുക്കുള്ള നിലവിലുള്ള ആപ്ലിക്കേഷൻസിൽ നിന്നാണ് അതനുസരിച്ചിട്ട് നമ്മൾ എംപ്ലോയീസിനെ കണ്ടെത്തുന്നത്, അതായത് നഴ്സിംഗ് സ്റ്റാഫുകളെ കണ്ടെത്തുന്നത്. രോഗികൾ എത്രത്തോളം ഉണ്ടോ അവരെ ഹാൻഡിൽ ചെയ്യാൻ എത്രത്തോളം നഴ്സ് വേണമെന്ന് നോക്കുന്നു. ദെൻ അതേപോലെ തന്നെ ലഭ്യമായിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് അതിന് അനുയോജ്യമായ രീതിയിൽ സ്റ്റാഫുകളെ കണ്ടെത്തുന്നു. അതൊരു ലോജിക്കൽ ആയിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടപ്പാക്കുന്നത്. ഇതിലെ പ്രധാനമായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യം, എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ആണ് 3 ബേസിക് എലമെന്റ്സ്. അത് ഇത്തിരി ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗമാണ്. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ, അല്ലെ, ബേസിക് എലമെന്റ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം, നഴ്സുമാരെ തെരഞ്ഞെടുക്കുമ്പോൾ, അല്ലെ, മോസ്റ്റ്ലി അവിടെ എന്താണ് തൊഴിലുടമ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് മോസ്റ്റ്ലി എന്താണ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നല്ലൊരു കെയർഫുൾ ആയിട്ടുള്ള, അല്ലെ, നന്നായിട്ട് നല്ലൊരു സേവനം കൊടുക്കാൻ പറ്റുന്ന നഴ്സുമാരായിരിക്കണം. അല്ലെ, പേഷ്യൻസിന് നല്ല കെയർഫുൾ ആയിട്ടുള്ള സേവനം കൊടുക്കാൻ പറ്റുന്ന നഴ്സുമാരായിരിക്കും. അല്ലെ, ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. നല്ല ഗുണനിലവാരമുള്ള സേവനം കാഴ്ചവെക്കണം. അല്ലെ, മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നല്ല ഗുണനിലവാരമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് എയിം. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ as well as a chance to develop their knowledge and skill. ഓക്കെ, നമുക്കറിയാം, ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന എംപ്ലോയീസ്, അതായത് നഴ്സുമാര്, അവര് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലാണ് വരുന്ന വെല്ലുവിളികൾ, അല്ലെ, എന്തെങ്കിലും ചലഞ്ച് നിറഞ്ഞ വർക്കുകൾ ഏൽപ്പിച്ചു കൊടുത്താലും അവര് നല്ലപോലെ തന്നെ അത് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക്, അല്ലെ, പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും. അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അല്ലെ, എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അതായത് സ്റ്റാഫും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ നോളജ്, അല്ലെ, അവരുടെ അറിവും അവരുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക, എന്താണ് നല്ല ക്വാളിറ്റിയുള്ള നഴ്സിംഗ് കെയർ തന്നെ അവിടെ പ്രദാനം ചെയ്യേണ്ടതുണ്ട്. മേന്മയുള്ള, അല്ലെ, സർവീസ് പേഷ്യൻസിന് കൊടുക്കേണ്ടതുണ്ട്. സെക്കൻഡ് വൺ പറയുന്നത് സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, അവിടെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. as well as a chance to develop their knowledge and skill. അങ്ങനെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുമ്പോൾ തന്നെ അവരുടെ നോളജ്, അല്ലെ, അറിവ് അല്ലെങ്കിൽ കഴിവ് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട്. അതായത് നമുക്കറിയാം, അറിവും കഴിവും വികസിപ്പിച്ചാൽ എന്താ പ്രത്യേകത? ഇനി പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെ, ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താലും ചെറിയൊരു ട്രെയിനിങ് കൊടുത്താൽ അത് ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ നമുക്കറിയാം പുതിയ എന്തെങ്കിലും കോമ്പറ്റീഷൻ വരുന്ന ഫീൽഡൊക്കെ ആണെങ്കിൽ അതേ പിടിച്ചിട്ട് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ എന്താണ്, സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നിലനിർത്തി അവരുടെ നോളജ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യം, അതും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. തേർഡ് വണ്ണില് പറയുന്നത് എന്താണ്, മാനേജ്മെന്റ് പ്രോസസ് ഫോഴ്സിങ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ. ഒരു ഫലപ്രദവും കാര്യക്ഷമവുമായ നഴ്സിംഗ് കെയർ അവിടെ പ്രദാനം ചെയ്യണം, അല്ലെ. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, നല്ല ഫലപ്രദമായ അല്ലെങ്കിൽ നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സുമാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം
അവിടെ വരുന്ന പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം നല്ല സേവനം അവർക്ക് ലഭ്യമാകും. ശരിയല്ലേ? ആണോ? ആണോ? പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നല്ല സേവനം അവർക്ക് കിട്ടണ്ടേ? വേണ്ടി വരില്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവർക്ക് നല്ല സേവനം കിട്ടണം. ഈ നല്ല സേവനം കിട്ടണമെങ്കിൽ ആ സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അല്ലെ? സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റിന്റെ നിലപാടുകളൊക്കെ നല്ലൊരു, അല്ലെ, സർവീസ് ഇൻ ദ മോസ്റ്റ് ഫ്രൂട്ടൽ മാനർ എന്ന് വെച്ചാൽ ഭയങ്കര ചിട്ടയോടുകൂടിയിട്ട്, അല്ലെ, അടിച്ചേൽപ്പിക്കുന്ന തരത്തിലൊന്നും ജോലി ഏൽപ്പിക്കുന്ന ഒരു കാര്യമൊന്നും ആവരുത്. അവർക്ക് ഒരു ഫ്രീ, അല്ലെ, മിതമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു സർവീസ് തന്നെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പേഷ്യൻസിന് നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ അപ്പൊ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്, അല്ലെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. അത് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്ന എന്താണ്? നല്ലൊരു നഴ്സിംഗ് കെയർ കൊടുക്കുക, അല്ലെ, നല്ലൊരു സർവീസ് പേഷ്യൻസിന് കൊടുക്കുക, ഗുണനിലവാരമുള്ള സർവീസ് കൊടുക്കുക. മോസ്റ്റ്ലി അതുമായി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ജോബ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകളെ സാറ്റിസ്ഫൈഡ് ആവണം. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ അവരുടെ നോളജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നല്ല മിതമായ രീതിയിൽ തന്നെ ഉള്ള ഒരു രീതിയൊക്കെ അവലംബിച്ച്, അല്ലെ, അവരോട് നല്ല ഫലപ്രദമായ രീതിയിലും കാര്യക്ഷമമായിട്ടും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നോക്കുക, അല്ലെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സ്റ്റാഫുകൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ പേഷ്യൻസിന് കിട്ടുന്ന സേവനങ്ങളും തൃപ്തികരമായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ചെറിയൊരു വായിക്കുമ്പോ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിവരിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തന്നെ ചോദിക്കുള്ളൂ. അല്ലെ, ബേസിക് എലമെന്റ്സ്, എന്ത് എയിം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അല്ലെ, അഡ്മിനിസ്ട്രേഷനിലെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്ന എയിം എന്താണ്? നമുക്ക് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ആണ് മെയിൻ ആയിട്ടുള്ള എയിം, അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം, അല്ലെ, അവിടെ ജോബ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താ പ്രത്യേകത? Well, it has a chance to develop their knowledge and skill, അല്ലെ, സ്റ്റാഫുകളുടെ എന്താണ് അറിവും കഴിവും അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, സ്റ്റാഫുകൾക്ക് നമുക്കറിയാം നമ്മള് നല്ല രീതിയിലുള്ള, അല്ലെ, ഒരു നല്ല രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല സേവനങ്ങൾ അവിടെയുള്ള പേഷ്യൻസിന് പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. It depends on the suitable education training given to the nursing staffs for the kind of a service they are being made ready for. ഓക്കെ, എന്തൊക്കെ യോഗ്യതകൾ അവര്, അല്ലെ, അവർക്ക് നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് നിലവിൽ ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള സർവീസുകൾ തീർച്ചയായിട്ടും പേഷ്യൻസിന് പകർന്നു കൊടുക്കാൻ സാധിക്കും. എത്രമാത്രം നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടോ, എത്ര എണ്ണം ഉണ്ടോ, അതുകൊണ്ട് മാത്രമല്ല അവർക്ക് എത്രത്തോളം കഴിവുകളുണ്ട്, അല്ലെ, എത്രത്തോളം നോളജുകൾ ഉണ്ട്, അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവർക്ക് സർവീസ് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ യൂട്ടിലൈസേഷൻ. ദ നഴ്സിംഗ് സ്റ്റാഫ് മസ്റ്റ് ബി അലോട്ടഡ് വർക്ക് ഇൻ സച്ച് എ വേ that the knowledge skill acquired are best used for the purpose they were imparted or trained. Okay, നമുക്കറിയാം മിക്കവാറും, അല്ലെ, മിക്കവാറും ഹോസ്പിറ്റലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകൾ തന്നെയായിരിക്കണമെന്നില്ല, അല്ലെ. ജസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ. അവരൊക്കെ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും, അല്ലെ. അങ്ങനെയുള്ള സ്റ്റാഫുകളെ കാണാനായിട്ട് സാധിക്കില്ലേ? ഇല്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയുള്ള നേഴ്സുമാരെയും കാണാറുണ്ടോ? ഉണ്ട്, അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും പറയാണ്, ദ നഴ്സിംഗ് സ്റ്റാഫ്സ് മസ്റ്റ് ബി അലോട്ടഡ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് നോളജ് സ്കിൽസ് അക്വയർഡ് ആർ ബെസ്റ്റ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ദേ വെയർ ഇംപാർട്ടഡ് ഓർ ട്രെയിൻഡ്. നമുക്കറിയാം അവര് വർക്കുകളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ജസ്റ്റ് അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് അവർക്ക് സർവീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
ഇൻ മോസ്റ്റ് ഓഫ് ദം കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ട് അവരുടെ വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർക്ക് നമുക്കറിയാം മോസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്താണ് ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ട്രെയിനിങ് കൊടുക്കുന്ന ടൈം കൊണ്ട് തന്നെ അവരുടെ നോളജും സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യും. സോ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ സർവീസ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. സ്റ്റാഫുകളെ സംബന്ധിച്ച് നമുക്കറിയാം തീർച്ചയായിട്ടും അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിരിക്കും. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ സർവീസുകൾ പേഷ്യൻസിന് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ക്വാളിഫൈഡ് പേഴ്സൺസിനെ എടുക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ ട്രെയിനിങ് കൂടി കൊടുത്ത് അവരുടെ എന്താണ് നോളജ് അല്ലെങ്കിൽ സ്കില്ല് അല്ലെ കഴിവും അതേമാതിരി അറിവും കുറച്ചും കൂടി വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നമുക്ക് അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് സ്റ്റാഫുകളെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഡ്രോയിങ്ങിലേക്ക് പോവാനോ? ഓക്കെ ആണോ? ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. അതായത് ഒരു വലിയ വിഭാഗമാണ്, പ്രൊഫഷണലിസ്റ്റ് ആണ് ഹോസ്പിറ്റലില് നഴ്സിംഗ് എന്ന് പറയുന്ന വിഭാഗം. അപ്പോ തീർച്ചയായിട്ടും അവരെ വിവിധ മേഖലകളിൽ തന്നെ നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലാണ് ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടാവും. ഈ വിഭാഗങ്ങളിൽ തന്നെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ICU ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻ പേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള മേഖലകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരുപാട് അല്ലെ ഒത്തിരി സ്ഥലത്തൊക്കെ നഴ്സുമാരുടെ സേവനങ്ങൾ അവിടെ ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സേവനം പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്റ്റാഫിങ് ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. അതായത് അവരെ കണ്ടെത്തുക എന്നുള്ളത് അല്ലെ, ഇത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കറക്റ്റ് ഏത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഔട്ട്കംസ് നല്ല റിസൾട്ട് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതനുസരിച്ചിട്ടുള്ള പ്രോസസ് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമിടുന്നത് അല്ലെ, അത് പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ദെൻ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫുകളുടെ പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാലോ? ഓക്കെ, അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കഗ്നൈസ് ദ നഴ്സിംഗ് കെയർ അവേഴ്സ് നീഡഡ് ടു കെയർ ഫോർ എ പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ ഷിഫ്റ്റ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ രോഗികളെ പരിചരിക്കുന്നത് 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണത് അല്ലെ. ഷിഫ്റ്റും കാര്യങ്ങളായിട്ടും ഡേ ഒക്കെ ആയിട്ടൊക്കെയാണ് അവിടെ നമുക്കറിയാം ജീവനക്കാരെ ജോലി വ്യക്തിയില് വ്യാപൃതമാകുന്നത്. അപ്പോ നഴ്സിംഗ് കെയർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഡേയോ അല്ലെ പേഷ്യൻസിന് എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്കറിയാം സേവനം ലഭ്യമാക്കേണ്ടതുണ്ട്. ഷിഫ്റ്റ് അനുസരിച്ചിട്ടൊക്കെ സേവനം ലഭ്യമാകുന്നുണ്ട്. സ്റ്റാഫിംഗ് റിലേസ് on a capacity of a hospital, standards provided, number of beds and different treatment services. Okay, നമുക്കറിയാം ഹോസ്പിറ്റലിൽ നഴ്സുമാരെ നമ്മൾ അല്ലെ കണ്ടെത്തുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്ന വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ നഴ്സുമാരെ കണ്ടെത്തേണ്ടതുണ്ട്. മാനദണ്ഡങ്ങൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യൻസിന് പ്രദാനം ചെയ്യുന്നുണ്ടോ അതിന്റെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എത്രത്തോളം രോഗികളെ ഇൻപേഷ്യന്റ് ആയിട്ട് കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടോ അതിന്റെ ആ ബെഡിങ് അല്ലെ എത്രത്തോളം ബെഡ് ഉണ്ട് ആ കപ്പാസിറ്റി ലെവലൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്കറിയാം സ്റ്റാഫുകളെയൊക്കെ കണ്ടെത്തേണ്ടത്. Then in anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. That means self-care, minimal care, full care, intensive care. Because the care needs differ from one category to another. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നഴ്സുമാരെ വേക്കൻസികൾക്ക് അല്ലെ അനുസരിച്ചിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ബെഡിന്റെ കപ്പാസിറ്റിയും അല്ലെ എത്രത്തോളം നമ്മൾക്കറിയാം ഫെസിലിറ്റീസ് പ്രദാനം ചെയ്യുന്ന ഒരു രീതി അല്ലെ ഒരു സ്ട്രക്ചർ ആണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെയാണ് നഴ്സുമാരെ കണ്ടെത്തേണ്ടത്. അവിടെ അതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത്
എത്രത്തോളം എണ്ണം പേഷ്യൻസ് ആണ് നമുക്കുള്ളത് അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള നഴ്സുമാരെ എല്ലാം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടത്. അതായത് ഈ ഉള്ള പേഷ്യൻസില് പലതരത്തിലുള്ള കെയർ ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലേ? നമ്മുടെ ഹോസ്പിറ്റലില് ഒരുപാട് പലതരത്തിലുള്ള കെയർ ലഭ്യമാകേണ്ട പേഷ്യൻസ് ഉണ്ടാവും. ചിലർക്ക് മിനിമം കെയർ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഫുൾ കെയർ അല്ലെ, ഫുള്ളായിട്ട് തന്നെ അവരെ ഹാൻഡിൽ ചെയ്യേണ്ട കെയർ, അതായത് സംരക്ഷണം സേവനം ലഭ്യമാക്കേണ്ടതുണ്ടാവാം. ഇന്റൻസീവ് കെയറുള്ള പേഷ്യൻസുകൾ ഉണ്ടാവാം അല്ലെ, അവിടെ സെൽഫായിട്ട് സ്വന്തമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തില് ഉള്ള പേഷ്യൻസുകൾ ഉണ്ടാവാം. അപ്പൊ ആ പേഷ്യൻസിന്റെ ആ വ്യത്യസ്തകള് മനസ്സിലാക്കിയിട്ടാണ് സ്റ്റാഫുകളുടെ എണ്ണം കണ്ടെത്തേണ്ടത്. എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ആണ്, പറഞ്ഞാൽ മനസ്സിലാകും, അവര് രാവിലെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരിക കഴിച്ചോളൂ അല്ലെ, അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 5-6 പേഷ്യൻസ് ഉണ്ടെങ്കിലും നഴ്സുമാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ. അതേസമയം ഇന്ന ടൈമിനുള്ളിൽ, അതേസമയം ഒരു പേഷ്യന്റിന്റെ അടുത്ത് ചെന്ന് അവരെ മോസ്റ്റ്ലി നമുക്കറിയാം അവരെ ഇരുത്തിച്ച് ഗുളിക കൊടുത്ത് അല്ലെ, മെഡിസിൻ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം നോട്ടിഫൈ ചെയ്തൊക്കെ തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയം എടുക്കേണ്ട പേഷ്യൻസും ഉണ്ടാവും. കാരണം അവർക്ക് കെയർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അവര് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ശേഷിയില്ലാത്തവരായിരിക്കും. സോ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് കൂടുതൽ സമയം എടുക്കും. നഴ്സിന് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ? എന്റെ വരില്ലേ? എന്റെ വരാൻ ചാൻസ് ഇല്ലേ? ഉണ്ടാവില്ലേ? കൂടുതൽ സമയം ചെലവഴിക്കേണ്ട പേഷ്യൻസും ഉണ്ടാവാൻ സാധ്യതയില്ലേ? നഴ്സുമാർക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ എന്താ പറയാ മെസ്സേജ് അയക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇത് നമ്മൾ സ്ക്രീനിൽ ഇടുന്ന കാരണം കൊണ്ട് മറ്റേതെങ്കിലും റെസ്പോണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപൂർവം 1-2 പേഴ്സൺസിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക എന്താണ് സെൽഫ് കെയർ ഉള്ള പേഷ്യൻസ് അല്ലെ, അതേമാതിരി മിനിമം കെയർ, ഫുൾ കെയർ, ഇന്റൻസീവ് കെയർ, അങ്ങനെ പലതരത്തിലുള്ള കെയർ ആവശ്യമുള്ള പേഷ്യൻസുകൾ ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പേഷ്യൻസിനല്ല പ്രാധാന്യം വരുന്നത്, ഏത് തരത്തിലുള്ള പേഷ്യന്റ് ആണ് അല്ലെ, ഏത് ടൈപ്പ് ഓഫ് പേഷ്യന്റ് ആണോ ആ പേഷ്യന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ സ്റ്റാഫുകളെ അലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് ദ കെയർ നീഡ്സ് ഡിഫർ ഫ്രോം കാറ്റഗറി ടു അനദർ. കാരണം നമുക്കറിയാം ഓരോ കാറ്റഗറിയിൽ നിന്നും മറ്റൊരു കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കെയറിന് വേരിയേഷൻ ഉണ്ട് അല്ലെ, സേവനത്തിന് വേരിയേഷൻ ഉണ്ട്, വ്യത്യസ്തതയുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ആ ഭാഗം? ഓക്കെ അല്ലേ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒന്നും വരാനായിട്ടുള്ള ഭാഗമൊന്നുമില്ല. അതിന് താഴേക്ക് വരുമ്പോഴേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പക്ഷെ സിസ്റ്റം ഓഫ് സ്റ്റാഫിങ് മനസ്സിലാക്കി എടുക്കാം. അതായത് നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ സ്റ്റാഫുകളെ മനസ്സിലാക്കുക അല്ലെ, എത്രത്തോളം സ്റ്റാഫുകളെ ഇന്നിന്ന പ്ലേസ്മെന്റിൽ കൊടുക്കണം എന്ന് നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്പർ ഓഫ് പേഷ്യൻസിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, കെയർ എത്രമാത്രം അല്ലെ, എത്ര വ്യത്യസ്തമാണോ അതിനനുസരിച്ചിട്ടായിരിക്കണം എന്താണ് പേഷ്യൻസിന്റെ എണ്ണം മനസ്സിലാക്കിയിട്ട് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടത് സ്റ്റാഫിന്. ഓക്കെ, അത് വെച്ച് നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് പേഷ്യൻസ് കെയർ ഇൻക്ലൂഡ് പറയുന്നുണ്ട്. അറിയാം വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പേഷ്യൻസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതില് ടൈപ്പ് ഓഫ് പേഷ്യൻസ് കെയർ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും ആണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. നോക്കാം എന്താണ് ഡയറക്റ്റ് കെയർ എന്ന്, അതെപ്പോഴും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിൾ സംഗീതമൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് കെയർ ആണോ ഇൻഡയറക്റ്റ് കെയർ ആണോ എന്നൊക്കെ നോക്കുക. ഈസ് കെയർ given by nursing staff while working in the presence of patient and related to the patient physical and psychological requirements. ഓക്കെ, ശാരീരികമായിട്ടും മാനസികവുമായിട്ടും അല്ലെ പേഷ്യൻസിന് ചിലപ്പോ ഒരാളുടെ പ്രസൻസ് വേണമെങ്കിൽ, അതായത് സ്റ്റാഫുകളുടെ പ്രസൻസ് വേണമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാഫുകളെ നേരിട്ട് തന്നെ സേവനം കൊടുക്കേണ്ട പേഷ്യൻസുകൾ ഉണ്ടെങ്കിൽ, കാരണം അവർക്ക് നമുക്കറിയാം ഫിസിക്കലി എന്തെങ്കിലും ഹാൻഡിക്കേപ്ഡ് എന്തെങ്കിലും ആയിരിക്കാം, അതേമാതിരി സൈക്കോളജിക്കലി അല്ലെ നമുക്കറിയാം മെന്റലി എന്തെങ്കിലും ഡിഫക്ട്സുകളുള്ള പേഷ്യൻസ് ആണ്. അങ്ങനെയുള്ള പേഷ്യൻസുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സ്റ്റാഫുകളുടെ പ്രസൻസിൽ തന്നെ അവർക്ക് സേവനങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോഴൊക്കെ മെഡിസിൻ ഒക്കെ എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് അല്ലെ, എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസുകളൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാലൊന്ന് പല പ്രാവശ്യം നമ്മൾ അവരോടൊപ്പം നിന്ന് ക്ഷമയോടെ തന്നെ ഹാൻഡിൽ ചെയ്താലാണ് അവര് നമ്മോടൊപ്പം ആയിട്ട് അല്ലെ ആ സ്റ്റാഫിനോടൊപ്പം നിന്ന്
കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ചിലപ്പോൾ മെഡിസിൻ എടുക്കാനായിരിക്കാം, ഇൻജെക്ട് ചെയ്യാനായിരിക്കാം, അല്ലെ എന്ത് കാര്യമാണെങ്കിലും ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടി വരും. Okay, direct care consists of feeding, treatment, mobility, and medication, and the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for the patient. ഇവിടെ ജസ്റ്റ് നമ്മൾ മെഡിസിൻ എടുക്കുന്നതിന്റെ കാര്യം മാത്രമല്ല, നമുക്കറിയാം ഇവിടെ അല്ലെ ആ രോഗികൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉള്ള രോഗികളൊക്കെ ആണെങ്കിൽ അല്ലെ റൈസ് ട്യൂബിലൊക്കെ കൂടെയൊക്കെ ഫുഡൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് നേരെ വയറിലൂടെയൊക്കെ ഭക്ഷണം എടുക്കാനൊന്നും പറ്റാത്ത രോഗികളായിരിക്കാം. സോ ഫീഡിങ്, ട്രീറ്റ്മെന്റ് അല്ലെ അവരുടെ എന്തെല്ലാം ചികിത്സകളൊക്കെ ആണെങ്കിലും വളരെയധികം റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും അല്ലെ അവർക്ക് നേരാവണ്ണം ചലിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. സോ എന്താണ് സ്റ്റാഫുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുന്നത്. അല്ലെ എന്തെങ്കിലും ചികിത്സാ കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ നമുക്കറിയാം പ്രസൻസ് ഓഫ് സ്റ്റാഫുകളുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. ഓക്കെ, അവര് അതിലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരോടൊപ്പം തന്നെ ആയിരുന്നിട്ട് വേണം ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ട്. സോ ഒരുപാട് സമയം അല്ലെ ദ മോർ അവേഴ്സ് ഓഫ് നഴ്സിംഗ് കെയർ ഈസ് റിക്വയർഡ് ഫോർ ദ പേഷ്യന്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡയറക്റ്റ് കെയർ ആവശ്യമായിട്ടുള്ളവർക്ക് ഫീഡിംഗ് ഒക്കെ നടത്തണമെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും സമയം അല്ലെ ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇൻഡയറക്റ്റ് കെയർ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻഡയറക്റ്റ് കെയർ അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനോട് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. Are those measures undertaken on the patient behalf of but removed from his presence? അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ പോയാലും അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി, അവര് സമയത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തോളും. പക്ഷെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ സ്റ്റാഫുകളുടെ ഹെൽപ്പ് അവർക്ക് ആവശ്യമുണ്ടാവും. ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് അസംബ്ലിംഗ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്, സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്, writing and reading patient records, reporting, constructing discharge plans, etc. ഓക്കെ, നമുക്കറിയാം ചില എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഈ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എന്തോ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആരിൽ നിന്ന് ചോദിക്കണം അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം സ്റ്റാഫുകളുടെ നഴ്സുമാരോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് അല്ലെ, നമ്മൾ ആരോടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തിരക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് എക്യുപ്മെന്റ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം എക്യുപ്മെന്റ്സ് ഇല്ല സ്ഥലത്ത് നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവരാനൊക്കെ തീർച്ചയായിട്ടും അവരെ നഴ്സുമാർ ആവശ്യപ്പെടും. സോ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്. തീർച്ചയായിട്ടും പേഷ്യൻസിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും എന്തെങ്കിലും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ പേഷ്യന്റിന്റെ സാന്നിധ്യം വേണ്ടി വരും. റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാനൊക്കെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റാഫുകളുടെ ആവശ്യം അവിടെ വേണ്ടി വരും. അല്ലാത്ത വണ്ണം ഇവർക്ക് ഫീഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുന്നതിനൊന്നും അല്ലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കെയർ ആവശ്യമില്ല. കാരണം സ്വമേധയാ ചെയ്യാനായിട്ടുള്ള ശേഷിയൊക്കെ ഇൻഡയറക്റ്റ് കെയർ ഉള്ള പേഷ്യൻസിന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ, എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ഓക്കെയാണോ? ഓക്കെ, പ്രസൻസ് വേണ്ട പേഷ്യൻസ് അപ്പൊ ഏത് പേഷ്യൻസ് ആണ് എപ്പോഴും പ്രസൻസ് മോസ്റ്റ്ലി ആവശ്യമുള്ള പേഷ്യൻസ്? എപ്പോഴും സ്റ്റാഫുകളുടെ പ്രസൻസ് ആവശ്യമുള്ള പേഷ്യൻസ് ഏത് പേഷ്യന്റ് ആണ്, ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഡയറക്റ്റ് കെയർ പേഷ്യൻസ് ആണ് അല്ലെ. ഓക്കെ, എന്തെങ്കിലും എക്സാമ്പിളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഫീഡിങ് അല്ലെ മെഡിറ്റേഷൻ അത്തരം ടൈമുകളിലൊക്കെ പ്രസൻസ് ആവശ്യമാണ്, സ്റ്റാഫുകളുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. ഓക്കെ അല്ലെ, ഇപ്പൊ ടൈപ്സ് ഓഫ് പേഷ്യൻസ് കെയർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റ്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആക്ച്വലി, ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ തിയറി പോലത്തെ ടോപ്പിക് ബാക്കി എനിക്ക് തോന്നുന്നു എനിക്ക് ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗവും ഈ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ്, അതായത് നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻസ് അവിടെ തുടങ്ങിയാണ്. പൊതുവെ ഓരോ ഡയറക്ടർ നഴ്സിംഗിന്റെ ആ ഹയറാർക്കി ശ്രേണിയെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിലെ ഡയറക്ടറിന്റെ സ്ഥാനം, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നഴ്സിംഗ് സൂപ്രണ്ടിന്റെ അവരുടെ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതും ഈ ഭാഗത്തു നിന്നാണ്. ജസ്റ്റ് കുറച്ചും കൂടി നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്.
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഇതുവരെ എടുത്തതില്? കുഴപ്പമില്ല, മുന്നോട്ട് പോവാലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഇസ് ദ പ്രോസസ് which is directed towards the personal as well as the professional growth of nurses and other staffs while they are employed by the healthcare. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലിലെ സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉള്ള സ്റ്റാഫുകളുടെ വ്യക്തിപരവും ഒപ്പം തന്നെ തൊഴിൽപരവുമായിട്ടുള്ള വളർച്ച അല്ലെ, അത് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ആ തരത്തിലുള്ള പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്ന് വെച്ചാൽ വികസിപ്പിച്ചെടുക്കുന്നു അല്ലെ. വ്യക്തിപരമായിട്ടും അവരുടെ കഴിവുകൾ, അവരുടെ നമുക്കറിയാം ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസുകൾ വരും അല്ലെ. കുറെ ക്ഷമയോടുകൂടിയൊക്കെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം അവരത്രയും ക്ഷമ ചിലപ്പം നാച്ചുറലി അവർക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഹോസ്പിറ്റൽ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ബിഹേവിയറൽ ആയിട്ടുള്ള പെരുമാറ്റം അവിടെ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അവിടെ പേഴ്സണൽ ആയിട്ടും വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ള വളർച്ച ലക്ഷ്യമിടുന്ന ഒരു പ്രോസസ്സാണ് എന്നത് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ആ തൊഴിലിനോട് ചേർന്ന വിധത്തില് നഴ്സുമാരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള വളർച്ച. Okay. Then it refers to all the training and education provided to enhance the job-related and personal knowledge, skills, and mentalities of a vested employees. ഓക്കെ, അതായത് ഈ പറഞ്ഞ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാണ് അല്ലെ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച അതോടൊപ്പം തന്നെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താ പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അല്ലെ സൂപ്പർവൈസേഴ്സ് ഒക്കെ അവര് നല്ല രീതിയിലൊക്കെ അല്ലെ പണിഷ്മെന്റും കാര്യങ്ങളും ചീത്തയൊക്കെ പറയും. കാരണം ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പാളിച്ചകളൊക്കെ വരുമ്പോഴൊക്കെ അല്ലെ, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കും അല്ലെ, ഇന്ന രീതിയിലൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇന്ന രീതിയിൽ ചെയ്താലാണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അല്ലെ. അപ്പൊ സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യണം അല്ലെ, അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അറിവ് അത് ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കറിയാം മെന്റലിറ്റീസ് ഓഫ് ബെസ്റ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിനോട് ഡീൽ ചെയ്യുന്നെങ്കിൽ അല്ലെ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് ഡീൽ ചെയ്യുന്ന ഒരു വിധം ഉണ്ടായി പറഞ്ഞ മാതിരി മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരോട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിധം ഉണ്ടാകും അല്ലെ. പെട്ടെന്ന് അതേസമയം നമുക്കറിയാം എത്ര വന്നാലും ചില പേഷ്യൻസിനോടൊക്കെ ഭയങ്കര ക്രൂഷ്യലായിട്ട് ഇച്ചിരി കൂടി സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞ് കാര്യങ്ങൾ നടപ്പാക്കേണ്ട പേഷ്യൻസിന് ഉണ്ടാവാം. അപ്പൊ പലതരത്തില് അവരുടെ നേച്ചറിലെ വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടാവും അല്ലെ. അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് ആ വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പറയാണ് ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ടു എൻഹാൻസ് ദ ജോബ് അല്ലെ. ആ ജോലിയുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ വികസിപ്പിക്കാൻ പറ്റും അത് ട്രെയിനിങ് കൊടുത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് പേഴ്സണൽ നോളജ് സ്കിൽസ് ആൻഡ് മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റേൺ എംപ്ലോയീസ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലില് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിലേക്ക് ഇതെങ്ങനെയെങ്കിലൊക്കെ അല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അവര് എന്തെങ്കിലും കരിയർ പ്ലാനുകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അവര് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസോ ട്രെയിനിങ്സ് ഒക്കെ കൊടുത്ത് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ആ ലക്ഷ്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഇടുന്നത്? അപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നഴ്സുമാരുടെ വ്യക്തിപരവും അതേപോലെ തന്നെ തൊഴിൽപരവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന പ്രോസസ്സാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്? അവിടെ വ്യക്തിപരം പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ഗ്രോത്ത് വളർച്ച അല്ലെ ലക്ഷ്യമിടുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത്. അതായത് നഴ്സുമാരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള വളർച്ച ലക്ഷ്യമിടുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങോ പ്രോഗ്രാംസുകളൊക്കെ അവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കും. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നോക്കാം, എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നഴ്സുമാരെ നല്ല ഉത്പാദനക്ഷമതയുള്ളവരായി തീരുക, അതായത് നല്ല സർവീസ് കാഴ്ചവെക്കാൻ പറ്റുന്ന വ്യക്തിത്വമുള്ളവരായി തീരുക
enhance employee productivity. പേഷ്യൻസിന് നല്ല സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കും. Second one, ensure safe and actual patient care by nurses. നല്ല സുരക്ഷിതത്തോടും നല്ല രീതിയിലുള്ള പേഷ്യൻസിന്റെ കെയറുകൾ അവിടെ നഴ്സുമാര് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. Then ensure ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം ensure satisfactory job performance by staff. സംതൃപ്തപരമായിട്ടുള്ള ഒരു ജോലി അതിന്റെ ആ ഒരു സംതൃപ്തപരമായ രീതിയിൽ തന്നെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഈ പറഞ്ഞ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം എന്ത് ജോലി ഏൽപ്പിച്ചാലും എത്ര തരത്തിലുള്ള പേഷ്യൻസ് വന്നാലും അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടി അവർക്ക് കിട്ടുകയാണ്. സോ എംപ്ലോയീസ് അവിടെയുള്ള നഴ്സുമാര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. The last point നോക്കുകയാണെങ്കിൽ orient the personal towards their care objectives, job duties, personal policies. ഓക്കെ, നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ് orient personal towards their care objectives, job duties, personal policies. നിയമങ്ങളാണെങ്കിലും ചുമതലകളാണെങ്കിലും ലക്ഷ്യങ്ങളാണെങ്കിലൊക്കെ നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ എന്താണ് ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഡ്യൂട്ടി എന്തൊക്കെ ചുമതലകളാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് പ്രധാനമായിട്ടും അവരുടെ മൈൻഡിലേക്ക് എത്തിച്ചിരിക്കും സ്റ്റാഫുകളുടെ മൈൻഡിലേക്ക്. അവരെ പേഷ്യൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ എന്താണ് ജോലി ചെയ്യുമ്പോൾ എന്താണ് ലക്ഷ്യമിടുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ്, ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളത്? ഫസ്റ്റ് വൺ പറയുന്നു എൻഹാൻസിങ് എംപ്ലോയി പ്രൊഡക്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വ്യക്തിപരവും തൊഴിൽപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അത് ചെയ്തു കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, നല്ല രീതിയിൽ തന്നെ സേവനം ചെയ്യുന്ന എംപ്ലോയി ആക്കി മാറ്റിയെടുക്കുക എന്നത്. ആക്ച്വലായിട്ട് പേഷ്യൻസിന് കെയർ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു, നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ എംപ്ലോയി അവിടെ വ്യാപൃതമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ലക്ഷ്യപൂർവ്വത്തോടു കൂടിയിട്ട് അവരുടെ ചുമതലകളും കർത്തവ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ അവര് നിർവഹിച്ചു പോകുന്നുണ്ട് എന്ന് അതിനനുസരിച്ചിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താന്നൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, കൂടുതൽ എടുത്തു പോണോ? വേണ്ട, ഇനി നമുക്ക് കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി ബോറാവുമെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ജസ്റ്റ് ഫ്രഷേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഏതൊക്കെ രീതി തുടങ്ങിയാണ് അവരെ ആ ഒരു ജോലിയില് ഉത്പാദനക്ഷമതയുള്ള എംപ്ലോയീസ് ആക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. 4 കാര്യം കൂടിയേ ഉള്ളൂ. ഇത് പോണോ? നമ്മൾ കുറേ ഇല്ല, 2 പേജല്ലേ എടുത്തോളൂ. കുഴപ്പമില്ലല്ലോ, ഈ ഒരു ഭാഗം കൂടി എടുത്തോട്ടെ. കുഴപ്പമുണ്ടോ? ഇച്ചിരി കട്ടിപ്പിടി ഒരു ഭാഗമാണ് അല്ലെ? നിങ്ങൾ ഓക്കെ അല്ലേ? ചെയ്തോ? എന്തെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ? എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്നോ സ്റ്റാഫിങ്ങിന്നോ സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്നോ എന്താണ് ഡയറക്റ്റ് കെയർ ഇൻഡയറക്റ്റ് കെയർ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെയാണോ? ഓക്കെയാണോ? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറിന് മുമ്പുള്ള ഒരു ഭാഗമാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. അതായത് ജീവനക്കാരുടെ സംവിധാനം. ഇതെന്താണ്? ആ ഒരു സംവിധാനത്തിലേക്ക് എങ്ങനെയാ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. Recognize the nursing care hours needed to care for. ഇതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇവിടെ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം? സ്റ്റാഫിംഗ് റിലേസ് ഓൺ എ കപ്പാസിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ, സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ്, നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഒരു വലിയ ഹോസ്പിറ്റലും ചെറിയ ഹോസ്പിറ്റലും വേരിയേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ പ്രദാനം ചെയ്യുന്ന ഹോസ്പിറ്റല്, ഒരുപാട് ബെഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയാം വലിയ ഹോസ്പിറ്റലാണ്. അപ്പൊ അവർക്ക്
അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളെ നിയമിക്കേണ്ടതുണ്ടാവും, അല്ലെ? നമ്മുടെ നഴ്സുമാരെ നിയമിക്കേണ്ടതുണ്ടാവും. അവിടെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇൻ ആന്റിസിപ്പേറ്റിംഗ് നഴ്സിംഗ് വർക്ക് ലോഡ്, അല്ലെ? അവിടെ പ്രതീക്ഷിക്കുന്ന ആ വർക്ക് ലോഡ് എന്ന് പറയുന്നത് മാനേജർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ ഓഫ് പേഷ്യൻസിന്റെ ബേസിലല്ല നമ്മൾ സ്റ്റാഫുകളെ കണ്ടെത്തേണ്ടത്. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. അപ്പൊ എത്ര നഴ്സുമാരെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്, മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ടത് എണ്ണത്തിന്റെ ബേസിലല്ല, എത്ര തരത്തിലുള്ള കാറ്റഗറിയിലുള്ള പേഷ്യൻസ് ആണ് വരുന്നത്, ആ പേഷ്യൻസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട്, അല്ലെ? ചിലർക്ക് ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ടതുണ്ടാവും, നമ്മൾ താഴെ പഠിച്ചുപോയി. ചിലർക്ക് ഇൻഡയറക്റ്റ് കെയർ ഉണ്ടാവുള്ളൂ, അല്ലെ? ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലായിരിക്കോ കുറവായിരിക്കും. ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആണ് എങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലായിരിക്കോ കുറവായിരിക്കോ? സ്റ്റാഫുകളെ കൂടുതൽ അപ്പോയിന്റ്മെന്റ് ചെയ്യണോ കുറവ് അപ്പോയിന്റ്മെന്റ് ചെയ്യണോ? ഡയറക്റ്റ് കൂടുതലാണ്, അല്ലെ? കൂടുതൽ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. കൂടുതലായിട്ടും ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ട സ്റ്റാഫുകളാണ് എങ്കിൽ കൂടുതലായിട്ടും നമുക്കറിയാം സ്റ്റാഫുകളെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അതേസമയം ഇൻഡയറക്റ്റ് കെയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ നമുക്ക് അധികം സ്റ്റാഫുകളുടെ ആവശ്യകതയില്ല. സോ നമ്പർ ഓഫ് പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ടല്ല സ്റ്റാഫുകളെ തീരുമാനിക്കേണ്ടത്, അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആ പേഷ്യൻസിന്റെ കാറ്റഗറി അനുസരിച്ചിട്ട്, അല്ലെ? കെയർ എന്താണ്, ഡയറക്റ്റ് കെയർ ആണോ ഇൻഡയറക്റ്റ് കെയർ ആണോ എന്ന കാറ്റഗറി അനുസരിച്ചിട്ടാണ് അവിടെ എന്താണ് നമ്മൾ സ്റ്റാഫുകളെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് ആ സെന്റൻസിൽ പറയുന്നത്. ഇൻ ആന്റിസിപ്പേറ്റിംഗ് നഴ്സിംഗ് വർക്ക് ലോഡ്, എ മാനേജർ മസ്റ്റ് കാൽക്കുലേറ്റ് നോട്ട് ഓൺലി ദ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ടു ബി കെയർഡ് ഫോർ ബട്ട് ഓൾസോ ദ പ്രൊപ്പോർഷൻ ഇൻ ഈച്ച് കാറ്റഗറി, അല്ലെ? ഓരോ കാറ്റഗറിയിലെ ആ പ്രൊപ്പോർഷൻ അനുപാതത്തില്, ഡയറക്റ്റ് കെയറിന്റെ അനുപാതത്തിലായിരിക്കണം എന്താണ് സ്റ്റാഫുകളെ നിയമിക്കാൻ. ക്ലിയർ ആയോ? ഓക്കെയാണോ? അതിന്റെ ബാക്കി തന്നെയാണ് ഈ പറയുന്ന ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും മോസ്റ്റ്ലി. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ കാണാറുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് ഡയറക്റ്റ് കെയർ എന്നുള്ള കാര്യം പറഞ്ഞു. ഇൻഡയറക്റ്റ് കെയർ ആയിട്ട് വരാവുന്ന സ്റ്റാഫുകളുടെ സേവനങ്ങൾ എന്താന്നുള്ളതും നിങ്ങൾ കണ്ടു. എന്തൊക്കെ സേവനങ്ങളാണ് ഇൻഡയറക്റ്റ് കെയറിൽ സ്റ്റാഫുകൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്? അല്ലെ, എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് പേഷ്യൻസിന് ഒക്കെ അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതേഴ്സ് ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്. ചിലപ്പോ ഏതെങ്കിലും അല്ലെ ചിലപ്പോ വേണമെങ്കിൽ നമ്മൾ എക്സ്റേ എടുക്കണമെന്ന് പറയും, അതല്ലെങ്കിൽ ലാബിലെ ടെസ്റ്റിന്റെ റിപ്പോർട്ട് മേടിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ എവിടെയാണ്, അല്ലെ? നമ്മൾ ഇൻഷുറൻസ് കൈകാര്യം ചെയ്തെങ്കിൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റിന് കൈകാര്യം ചെയ്ത്, അല്ലെ? അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നഴ്സുമാര് തന്നെ അതിനനുസരിച്ചുള്ള മറുപടികൾ കൊടുക്കേണ്ടതായിട്ട് വരും. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യൻസ് റെക്കോർഡ്സുകളൊക്കെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻസിൽ നിന്ന്, അല്ലെ, അവരിൽ നിന്നുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ട വരുന്നു. റിപ്പോർട്ടിംഗ്, കൺസ്ട്രക്ടിങ്, ഡിസ്ചാർജിങ് പ്ലാൻസ്, അല്ലെ, ഡിസ്ചാർജിങ് പ്ലാൻസ് ഒക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന് അവിടെ അതിന്റെ സേവനങ്ങൾ പ്രദാനം ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഭാഗം എടുക്കാനായിട്ടുള്ള സമയമില്ല. എന്നാലും ജസ്റ്റ് ഹെഡിങ്സ് ഒന്ന് പറഞ്ഞു പോവാം. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് സ്റ്റാഫ് ഡെവലപ്മെന്റ് എടുക്കാം. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് ഇൻഡക്ഷൻ ട്രെയിനിങ്, സെക്കൻഡ് പോയിന്റ് ജോബ് ഓറിയന്റേഷൻ, തേർഡ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫോർത്ത് വൺ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അതായത് ഒരു സ്റ്റാഫിനെ എന്താണ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ജസ്റ്റ് കയറുമ്പോൾ നമുക്കറിയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും, അല്ലെ? ഫസ്റ്റ് ഡേ ഒക്കെ വരുമ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന സൗകര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നീട് നമുക്കറിയാം ജോബ് ഓറിയന്റേഷൻ ടൈമിലൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, നിങ്ങളുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഇതാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെ? വീണ്ടും അവര് സർവീസ് കുറച്ചും കൂടിയും അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സർവീസുകൾ പ്രദാനം ചെയ്യുന്നു. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ആക്കി കൊണ്ടുവരുന്നു.
അങ്ങനെ ജസ്റ്റ് ഇൻഡക്ഷനിൽ നിന്ന് തുടങ്ങിയ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലാണ് ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ടൈപ്സിൽ വരുന്നത്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ പൊതുവെ അൺമ്യൂട്ട് ആക്കാറില്ല. നമ്മള് ലാസ്റ്റ് ടൈമിൽ അൺമ്യൂട്ട് ആക്കേണ്ട ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? അപ്പോഴൊക്കെ ചോദിക്കാം. ക്ലിയർ ആണോ? ക്ലാസ് ഓക്കെ ആണോ? വോയിസ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെയാണ് മാം. ഈ രീതിയിൽ പോയാൽ മതിയില്ലേ ക്ലാസ്? നമ്മളിപ്പോ എന്തായാലും ഫസ്റ്റ് ഒരു ഡൗട്ട് മാം, സ്റ്റാഫിംഗ് ചെയ്യുന്നതല്ലേ? സ്റ്റാഫിംഗ് മീൻസ് എത്ര രോഗികളുണ്ടോ അതിനനുസരിച്ചല്ലേ സ്റ്റാഫിംഗ് ഡിക്ലെയർ ചെയ്യുന്നത്? അങ്ങനെയല്ല. നമ്മള് നേരത്തെ കൂട്ടി നമ്മള് കുറവുണ്ടോ, വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെ? അതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ് വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട്. ഇപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിങ്ങിന് നടപ്പാക്കി പോകുന്നുണ്ട്. നമുക്കറിയാം, ഒരു റിക്രൂട്ട്മെന്റ് നിങ്ങൾ പഠിച്ചു പോകും. അതൊക്കെ എന്താണ്, റിക്രൂട്ട്മെന്റ് നടത്തി ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് അതിൽ നിന്നൊക്കെ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. അത് ടെസ്റ്റിംഗും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് സെലക്ട് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ പറഞ്ഞ പേഷ്യൻസിന് അനുസരിച്ചിട്ട് ഉള്ള നിയമനം ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം, ഒരു സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെ പറയുന്നുണ്ട്, സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. നിലവിലും ഭാവിയിലും വരാൻ വന്ന അല്ലെ ഒഴിവുകളിലേക്ക് സെർച്ച് ചെയ്ത്, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലൊക്കെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്ത് വിടണം അല്ലെ ആ വേക്കൻസികൾ. അല്ലെങ്കിൽ നമുക്കറിയാം മൊത്തത്തിൽ അവിടെ ആ ഒരു ഫ്ലോ എന്തെങ്കിലും അവിടെ സംഭവിക്കും അല്ലെ. ഏതെങ്കിലും നഴ്സുമാരുടെ അഭാവത ഉണ്ടെങ്കിൽ മറ്റു നഴ്സുമാരെ അവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് ഓവർലോഡ് ആവും. സോ വേക്കൻസികൾ ഒരുപാട് ടൈം, ഒരു ലീവ് എടുക്കുന്ന പോലെയല്ല വേക്കൻസികൾ വരുന്നത് അല്ലെ. വേക്കൻസികൾ അപ്പൊ തന്നെ ഫില്ല് ചെയ്ത് പോകണം. സോ അത് നേരത്തെ കൂട്ടിയതനുസരിച്ചിട്ട് തന്നെ അപ്ലിക്കേഷൻസ് എടുത്തിരിക്കും. സോ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, സ്റ്റാഫുകളെ പക്ഷെ നമ്മൾ ഇത്രത്തോളം വേണമെന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അതാണ് നമ്മൾ ആ സ്റ്റാഫിംഗ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ പറയുന്നത്. നമ്മൾ രോഗികൾക്ക് ഇത്രയും രോഗികൾക്കൊക്കെ ഇത്രയും സ്റ്റാഫുകൾ വേണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കണം. ജസ്റ്റ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ടല്ല, ആ കെയർ ആ കാറ്റഗറി അനുസരിച്ചിട്ട് തന്നെ അവര് മനസ്സിലാക്കിയിട്ട് ഇത്ര സ്റ്റാഫുകളൊക്കെ വേണമെന്ന് അവര് ചിന്തിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.